ഇതാണ് പുഷ്പമേള കേട്ടോ. പുഷ്പമേളയാണ്, ഫ്ലവർ ഷോ. ഊട്ടിയിലുള്ള ഫ്ലവർ ഷോ ആണ്. 127ാമത്തെ ഫ്ലവർ ഷോ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിഗംഭീരമായിട്ടുള്ള പരിപാടിയാണ്. ജനസാഗരമാണ് ഇവിടെ ഉള്ളത്, കണ്ടില്ലേ? ജനസാഗരം എന്ന് പറഞ്ഞ സാഗരമാണ് ഇവിടെ. എന്തൊക്കെ കാണണ്ടെന്ന് ഫസ്റ്റ് ഒരു നിശ്ചയമല്ല കേട്ടോ. ഞാൻ ഓടിച്ച് വിടാണ്. എന്തൊക്കെയാണ് ഇവിടെ പരിപാടി എന്നൊരു പിടുത്തമല്ല കേട്ടോ. 127ാമത്തെ ഫ്ലവർ ഷോ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 127 വർഷമായിട്ട് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ലവർ ഷോ ആണ്. കണ്ടോ, ജനങ്ങളുടെ സാഗരമാണല്ലോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. ഓക്കെ, ക്യാമറമാനൊക്കെ ഉണ്ട് കേട്ടോ. ക്യാമറ ഫോട്ടോ ഒക്കെ എടുത്തു തരും കേട്ടോ. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് സെറ്റാക്കി വെച്ചിരിക്കാണോ. ഇതുണ്ടല്ലേ, പൂക്കൾ കൊണ്ട് ആനേനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പടന്മാർ, 2 പടന്മാർ അപ്പുറത്തിപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ പൊളിക്കും, അടിപൊളി. ഞാനിതിവിടെ വരുന്നത് 3ാമത്തെ പ്രാവശ്യമാണ്. 3 പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് ഫ്ലവർ ഷോ കാണാൻ. അത് ഞാൻ ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ നോക്കിയേ, എന്താ രസം പൂക്കൾ കേട്ടോ. സൂപ്പർ. എന്താ ഇതിൻ്റെയൊക്കെ പേരൊന്നൊരു പിടുത്തമല്ലേ.
ഇതൊക്കെ എന്താണ് പൂക്കൾ? എനിക്കൊരു പേരൊന്നും അറിഞ്ഞൂടാ കേട്ടോ, പേരൊന്നും അറിഞ്ഞൂടാ. പക്ഷേ അടിപൊളിയാണ്. കണ്ണിന് ഇത്രയും സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. ഫ്ലവർ ഷോയ്ക്കുള്ള ഒരാൾക്കുള്ള ടിക്കറ്റ് എന്ന് പറയുന്നത് 125 ആണ്, 125 രൂപയാണ്. 125 രൂപയാണ് ടിക്കറ്റ്. ഇത് ഊട്ടിയിലാണുള്ളത്. ഊട്ടിയിലാണ് ഫ്ലവർ ഷോ നടക്കുന്നത്. ഊട്ടിയിൽ എന്താ പേര് ഞാൻ മറന്നുപോയി, സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി. നോക്കി എന്താ രസം, പൂക്കളുടെ ഒരു കലവറ തന്നെ കേട്ടോ. പൂക്കളുടെ ഒരു മായാ ലോകമാണ്. ഞാൻ ഇത്രയും പൂക്കൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെന്താ ആന്തൂറിയോ? ഇതൊക്കെ എന്താണ് സാധനങ്ങൾ എന്നൊരു പിടുത്തമല്ലേ? അയ്യോ, കാണാൻ തന്നെ നല്ല രസം കേട്ടോ. ഇതിനൊന്നിന് പേരറിഞ്ഞൂടാ കേട്ടോ. ഇതിൻ്റെയൊക്കെ പേര് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എൻസൈക്ലോപീഡിയ തന്നെ നോക്കേണ്ടി വരും. എനിക്ക് വീഡിയോ സ്റ്റോപ്പ് ആക്കാനും തോന്നുന്നില്ല. എന്താ രസം ഇത്. പ്രകൃതി നമുക്ക് എന്തെല്ലാം ലോകത്ത് ഒരുക്കി തന്നിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ വീട്ടിൽ മേടിച്ച് വളർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൗന്ദര്യം വേറെ തന്നെ കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെ പൂക്കളാണ്. ഇതൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പൂക്കളാണ് കേട്ടോ. ഇതൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന്, പല നാടുകളിൽ നിന്ന്, പല പേരുകളിലുള്ള പൂക്കളാണ്. ഇതൊക്കെ നോക്കിയേ, ഇതൊക്കെ എന്താണ്? കളറുകളുടെ ഒരു ലോകം. ഇതെന്ത് കളറാണ്? ഇതെന്താണ് കളറ്? ചുവപ്പ് വെൽവെറ്റ്. ഇതൊക്കെ നോക്കിയേ. ഈ വെൽവെറ്റ് നോക്കിയേ, എന്താ രസം. അതിൻ്റെയൊക്കെ പേരുണ്ട്. അതിൻ്റെയൊക്കെ പേര് ഇതിലുണ്ട് കേട്ടോ.